അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റാൻറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് അരിയോ ഉഴുന്നോ ഒന്നും കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെന്ന് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കാം. റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ പൊടിയണം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. തൈരും റവയും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടയില്ലാതെ കലക്കിയെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ട, ഈ ഒരു കട്ടിയിൽ. ഇതിന് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് അപ്പക്കാരം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ദോശ ചുട്ടെടുക്കാം. ദോശ ചുടാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു ഓട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തുണിക്കഷ്ണമായിട്ട് എടുത്തിട്ട് വെള്ളം മുക്കിയിട്ട് ഒന്ന് തുടച്ച് കൊടുക്കണം. അതെന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് കൂടെ നല്ല ചൂടായാൽ നമ്മൾ ഇതുപോലെ ദോശ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക, ഇതുപോലെ ഇങ്ങനെ പരത്തി കിട്ടൂല. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ദോശ ആയിട്ടുണ്ട്. ഇതാണ്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അരിയും ഉഴുന്നും അരിച്ചിട്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം.